ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വൺസ്. നമ്മൾ KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആദ്യത്തെ 2 മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ മൂന്നാമത്തെ മൊഡ്യൂളിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. 2022 ഡിസംബർ മാസം നടന്ന എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ മൊഡ്യൂൾ 3ൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 2022 വർഷം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ അസംഷൻസ് ഓഫ് ഷാഫ്റ്റ് സബ്ജക്റ്റഡ് ടു ടോർഷൻ വിത്തിൻ ദി ഇലാസ്റ്റിക് ഡിഫോർമേഷൻ റേഞ്ച്. അസംഷൻസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഡെറിവേഷൻ ഓഫ് ദി ടോർഷൻ ഫോർമുല, ഡെറിവേഷൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ദെൻ സെക്ഷൻ മോഡുലസ്, എന്താണ് സെക്ഷൻ മോഡുലസ്? ഫ്ലെക്സുറൽ റിജിഡിറ്റി എന്താണ്? ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുന്ന് ചോദിച്ചിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഈ വർഷം ചോദിച്ചിട്ടില്ല. പക്ഷേ അത് എല്ലാ കൊല്ലം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, സോ ഇതാണ് സിലബസിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം. നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഫ്ലെക്സുറൽ റിജിഡിറ്റി എന്നുള്ളതാണ്. ഫ്ലെക്സുറൽ റിജിഡിറ്റി എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് സെക്ഷൻ മോഡുലസ് എന്നുള്ളതാണ്. സെക്ഷൻ മോഡുലസ് എന്നാൽ എന്താണ് എന്ന് നോക്കാം. എന്താണ് ഫ്ലെക്സുറൽ റിജിഡിറ്റി? ഫ്ലെക്സുറൽ റിജിഡിറ്റി, സപ്പോസ് നമ്മുടെ ഒരു ബീം ഉണ്ടെന്ന് വിചാരിക്കാം. ആ ബീം ബെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് ബെൻഡിങ് ഇക്വേഷൻ ഉണ്ട്, കാണാൻ പഠിക്കണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബെൻഡിങ് ഇക്വേഷൻ എന്താണ്? M/I = σ/y E/r അല്ലേ? ഇതാണ് ബെൻഡിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ബെൻഡ് ചെയ്യുന്നൊരു ബീമിൻ്റെ ബേസിക് ഇക്വേഷനാണ്. സോ ഈ ഇക്വേഷനിൽ നിന്ന് ഞാൻ ആദ്യത്തെയും അവസാനത്തെ ടൈം മാത്രം എടുക്കുകയാണ്. M/I = E/r. ഓക്കെ, അല്ലെങ്കിൽ എം എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെൻ്റ് ബെൻഡിങ് മൊമെൻ്റ് അല്ലേ? ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെൻ്റ്. അല്ലെങ്കിൽ മറ്റൊരു പേരാണെന്ത്? മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്, അതായത് ബെൻഡ് ചെയ്യുന്നതിന് എന്തുമാത്രം റെസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ M = എന്താണ്? EI/r. സോ ഇക്വേഷൻ EI ആകും വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെൻ്റ് ആണെങ്കിൽ അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണത് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. സോ M = EI/r എന്ന് വന്നു. ഈ EI എന്ന് പറഞ്ഞിട്ട് M കണ്ടോ? അതായത് E എന്ന് പറഞ്ഞാൽ എന്താണ്? യങ്സ് മോഡുലസ്. I എന്ന് പറഞ്ഞാൽ എന്താണ്? I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്ലെക്സുറൽ റിജിഡിറ്റി. ഫ്ലെക്സുറൽ റിജിഡിറ്റി, അതായത് ഈ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഇൻറ്റു ദി യങ്സ് മോഡുലസ്, അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്ലെക്സുറൽ റിജിഡിറ്റി. സോ ഈ രണ്ട് ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് ഫ്ലെക്സുറൽ റിജിഡിറ്റി. സോ ഈ പേര് തന്നെയുണ്ട്. എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? ഫ്ലെക്സുറൽ റിജിഡിറ്റി. ഫ്ലെക്സുറൽ റിജിഡിറ്റി എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ഫ്ലെക്സുറൽ എന്ന് വെച്ചാൽ എന്താ? ഫ്ലെക്സിബിൾ. ഫ്ലെക്സിബിലിറ്റിക്ക് എതിരെയുള്ള റിജിഡിറ്റിയാണ്. അതായത് ഈ ബീം എന്തുമാത്രം ബെൻഡാകും എന്നുള്ളതിന് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? ഈ ഫ്ലെക്സുറൽ റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ. ഫ്ലെക്സുറൽ റിജിഡിറ്റി കൂടുതലാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? എന്ത് ചെയ്യും? ഈ സാധനം ബെൻഡ് ആയില്ല. നമ്മുടെ ബീം എന്ന് പറയുന്ന സാധനം ബെൻഡ് ചെയ്യില്ല. റെസിസ്റ്റൻസ് ടു ബെൻഡിങ് കൂടുതലായിരിക്കും. ഓക്കെ, സോ അതാണ് ഫ്ലെക്സുറൽ റിജിഡിറ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് ഈ E/I, യങ്സ് മോഡുലസ് ഇൻറ്റു മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്ലെക്സുറൽ റിജിഡിറ്റി. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി റെസിസ്റ്റൻസ് ടു ബെൻഡിങ്. റെസിസ്റ്റൻസ് ടു ബെൻഡിങ്. ഓക്കെ, റെസിസ്റ്റൻസ് ടു ബെൻഡിങ്, കുഴപ്പമില്ലല്ലോ. സോ ഇതാണ് എന്ത്? ഫ്ലെക്സുറൽ റിജിഡിറ്റി. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ സെക്ഷൻ മോഡുലസ്, അടുത്താണ് സെക്ഷൻ മോഡുലസ്. എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് സെക്ഷൻ മോഡുലസ് എന്നാണ് ചോദിച്ചത് അല്ലേ? സെക്ഷൻ മോഡുലസ്. സോ നമുക്ക് അഗൈൻ ബെൻഡിങ് ഇക്വേഷൻ എടുക്കുകയാണ്. M/I = σ/y = E/r. ഓക്കെ, ഇതിൽ ആദ്യത്തെ 2 ടൈം എടുക്കുവാണ്. M/I = σ/y അല്ലേ? ഇതിൽ നമ്മൾ സിഗ്മയുടെ വാല്യൂ ആണ് ബെൻഡിങ് നോർമൽ സ്ട്രെസ്. ഇതെന്താ? ബെൻഡിങ് നോർമൽ സ്ട്രെസ്. സിഗ്മ = എന്ത് വരും? സിഗ്മ = M/y/I. ഓക്കെ, അല്ലെങ്കിൽ സിഗ്മ = എന്താണ്? M/I/y. ഓക്കെ, ശരിയല്ലേ? M/I/y. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? I/y-നെ വിളിക്കുന്ന പേരാണ് I/y-നെ വിളിക്കുന്ന പേരാണ് സെക്ഷൻ മോഡുലസ്. സെക്ഷൻ മോഡുലസ്. സെക്ഷൻ മോഡുലസ് അത് നമ്മൾ Z വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Z. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബെൻഡിങ് നോർമൽ സ്ട്രെസ് = മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ബെൻഡിങ് മൊമെൻ്റ് ഡിവൈഡഡ് ബൈ Z എന്ന് എഴുതാൻ പറ്റും.
ഓക്കെ, ഇസഡ് എന്ന് എഴുതാൻ പറ്റും. സോ ഈ ഇസഡിനെ വിളിക്കുന്നവരാണ് സെക്ഷൻ മോഡുലസ്. ഇനി നമ്മൾ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ സെക്ഷൻ മോഡുലസ് എന്താണ്? ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സെക്ഷൻ ടു ഡിസ്റ്റൻസ് ഓഫ് ദി ഔട്ടർ മോസ്റ്റ് ലെയർ ഫ്രം ദി ന്യൂട്രൽ ആക്സിസ്. നമ്മളിപ്പോൾ നമ്മുടെ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ എന്ന് വിചാരിക്കാം. സോ അതിൻ്റെ ന്യൂട്രൽ ആക്സിസ് ഇതാണ്. ഓക്കെ, ന്യൂട്രൽ ആക്സിസ് ഇതാണെന്ന് വിചാരിക്കാം. സോ ഔട്ടർ മോസ്റ്റ് ഫൈബർ വരെയുള്ള ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അതാണ് എന്ത്? ഈ വൈ. നമ്മൾ വൈ മാക്സ് എന്നാണ് സാധാരണ എഴുതാറ് കേട്ടോ, വൈ മാക്സ്. സോ മാക്സിമം ഡിസ്റ്റൻസ് ആണത്. സോ ദി റേഷ്യോ ഓഫ് എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി സെക്ഷൻ. ഈ സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഇതിപ്പോൾ റെക്ടാങ്കുലർ സെക്ഷൻ ആയതുകൊണ്ട് ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? ഇത് ടോട്ടൽ സപ്പോസ് ഡെപ്ത് ഡി ആണെന്ന് വിചാരിക്കുക, ഇതിന്റെ ബ്രെഡ്ത്ത് ബി ആണെന്ന് വിചാരിക്കുക. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ത് വരും? ബി ഡി ക്യൂബ് ബൈ 12 എന്ന് വരും അല്ലേ, ഐ. സോ ആ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിവൈഡഡ് ബൈ വൈ മാക്സ്, അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? സെക്ഷൻ മോഡുലസ്. സോ സെക്ഷൻ മോഡുലസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി എന്താണ്? സ്ട്രെങ്ത് ഓഫ് എ സെക്ഷൻ. ഒരു സെക്ഷന്റെ സ്ട്രെങ്ത് എന്തുമാത്രമാണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സാധനമാണ് എന്ത് പറയുന്ന സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞത്. സോ അത്രയും പറഞ്ഞാൽ മതി. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യെസ്. നൗ പാർട്ട് ബിയിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ 14 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ക്യാൻസൽഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ 1-2 ബുദ്ധിമുട്ടുണ്ട്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഓക്കെ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ക്രോസ് സെക്ഷൻ 1.086 ഇൻറ്റു 108 എന്നാണ്. ആക്ച്വലി അങ്ങനെ വരത്തില്ല. ഇത് ആക്ച്വലി ഒരു ഉദ്ദേശം 1.086 ഇൻറ്റു 10⁸ ആണ്. ഓക്കെ, സോ അത് ഒരു മിസ്റ്റേക്ക് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഓൺ ദി ഇന്റർസെക്ഷൻ ഓഫ് ദി ടോപ്പ് ആൻഡ് ബോട്ടം ഫ്ലാഞ്ച് എന്ന് തന്നിരിക്കുന്നത്. സോ അതൊന്നും പറ്റത്തില്ല. നമുക്ക് ടി സെക്ഷൻ ആണ് ഇത്. ടി സെക്ഷൻ ഒരു ഫ്ലാഞ്ചും ഒരു വെബും ആണുള്ളത് ആക്ച്വലി. ഫ്ലാഞ്ചും വെബും. സോ ഇതാണ് ഇതിൻ്റെ ഫ്ലാഞ്ച് എന്ന് പറയുന്നത്, ഇതാണ് വെബ് എന്ന് പറയുന്നത്. സോ ഈ 2 ക്വസ്റ്റ്യൻസ് 2 മിസ്റ്റേക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ്റെ റെക്ടാങ്കുലർ സെക്ഷൻ്റെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, റെക്ടാങ്കുലർ സെക്ഷൻ്റെ ടി സെക്ഷൻ്റെ ഇല്ല അതിന്. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫുൾ മാർക്ക് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ കീ പ്രകാരം നമുക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദി അസംഷൻസ് ടേക്കൺ വൈൽ ഡിറൈവിംഗ് ദി ടോർഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന അസംഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, അസംഷൻസ് മാത്രം എഴുതിയാൽ മതി, 10 മാർക്ക് കിട്ടും. മൊത്തം 5 അസംഷൻസ് ഉണ്ട്. ഈ 5 അസംഷൻസ് വൃത്തിയായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10 മാർക്ക് കിട്ടും. ദെൻ ഡിറൈവ് ദി ടോർഷൻ ഇക്വേഷൻ T/J = Gθ/L = Fs/r. നൊട്ടേഷൻസ് ഹാവ് ദയർ യൂഷ്വൽ മീനിങ്. ടോർഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക, അതിൻ്റെ നൊട്ടേഷൻസിന് യൂഷ്വൽ മീനിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് എന്താണ്? അസംഷൻസ് നോക്കാം. സോ ഈ അസംഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 10 മാർക്ക് കിട്ടും. ഓക്കെ, സോ 5 അസംഷൻസ് ആണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ടോർഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ അസംഷൻസ് ചോദിച്ചിരിക്കുന്നത്. മെറ്റീരിയൽ ഓഫ് ദി ഷാഫ്റ്റ് യൂണിഫോം ത്രൂ ഔട്ട്. നമ്മുടെ ഷാഫ്റ്റിൻ്റെ മെറ്റീരിയൽ എന്തായിരിക്കണം? ത്രൂ ഔട്ട് യൂണിഫോം ആയിരിക്കണം. 2, ട്വിസ്റ്റ് അലോങ് ദി ഷാഫ്റ്റ് ഈസ് യൂണിഫോം. ഈ ഷാഫ്റ്റിൻ്റെ എൻറ്റയർ ലെങ്ത്തിലുള്ള ട്വിസ്റ്റും യൂണിഫോം ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്തതാണ്. ഓക്കെ, എൻറ്റയർ ലെങ്ത്തിലും യൂണിഫോം ട്വിസ്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ് അസ്യൂം ചെയ്തതാണ്, പ്രോബ്ലം സിംപ്ലിഫിക്കേഷന് വേണ്ടി കേട്ടോ. പക്ഷേ ആക്ച്വൽ കേസിൽ അങ്ങനെയല്ല. ട്വിസ്റ്റ് അങ്ങേ അറ്റത്ത് ഏറ്റവും ഹയറും ഏറ്റവും ഇങ്ങേ അറ്റത്ത് ഏറ്റവും ലോവറും ആയിരിക്കും. സോ നമ്മൾ അസ്യൂം ചെയ്തതാണ് എന്താണ്? യൂണിഫോം ട്വിസ്റ്റ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ദെൻ ദി ഷാഫ്റ്റ് ഈസ് യൂണിഫോം സർക്കുലർ സെക്ഷൻ ത്രൂ ഔട്ട്. ഇനി ആ ഷാഫ്റ്റ് എന്താണ്? യൂണിഫോം സർക്കുലർ സെക്ഷനാണ് ആ ഷാഫ്റ്റിനുള്ളത് എന്നുള്ള രീതിയിലാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ദെൻ ക്രോസ് സെക്ഷൻ ഓഫ് ദി ഷാഫ്റ്റ് വിച്ച് ആർ പ്ലെയിൻ ബിഫോർ ട്വിസ്റ്റ് റിമെയിൻ പ്ലെയിൻ ആഫ്റ്റർ ട്വിസ്റ്റ്. അതായത് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും ട്വിസ്റ്റ് ചെയ്തതിന് ശേഷവും ക്രോസ് സെക്ഷൻസ് എന്താണ്? പ്ലെയിൻ തന്നെയാണ്, അല്ല അവിടെ ഡിസ്റ്റോർഷൻസ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഓൾ റേഡിയൈ വിച്ച് ആർ സ്ട്രൈറ്റ് ബിഫോർ ട്വിസ്റ്റ് റിമെയിൻ സ്ട്രൈറ്റ് ആഫ്റ്റർ ട്വിസ്റ്റ്. അതായത് എല്ലാ റേഡിയസുകളും ട്വിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള എല്ലാ ക്രോസ് സെക്ഷൻ്റെ റേഡിയസുകളും സ്ട്രൈറ്റ് ആണ്. ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം എന്താണ്? അത് സ്ട്രൈറ്റ് തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. സോ ഈ 5 പോയിന്റ് കാണാതെ പഠിക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ എക്സാമിന് 5 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 10 മാർക്ക് കിട്ടും. ഓക്കെ,
10 മാർക്ക് വെറും ഈ 5 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ. സോ ഈ 5 വരി മാത്രം എഴുതിയാൽ മതി 10 മാർക്ക്. സോ ഈ അസംഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ജയിക്കാനുള്ള മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിച്ചുകൊണ്ട് എനിക്കറിയാൻ പാടില്ല, നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊഡ്യൂൾ 1 നിന്ന് ഒരു 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഞാൻ പറഞ്ഞിരുന്നു മൊഡ്യൂൾ 2 നിന്ന് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 14 മാർക്ക് കിട്ടും. അതായത് നമ്മൾ ഈ അസംഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ 10 മാർക്ക് കിട്ടും. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് നോക്കിയേ 38 മാർക്ക് ഓൾറെഡി ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. 2 മാർക്ക് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ എക്സാം എഴുതിയവർക്ക് ഈസി ആയിട്ട് പാസ്സാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നത്. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡിറൈവ് ദി ടോർഷൻ ഇക്വേഷൻ T/J = G∞/L = Fs/r. അല്ലേ? നൊട്ടേഷൻസ് ആർ യൂഷ്വൽ മീനിങ്. സോ ടോർഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് നമുക്ക് ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കാം, ചിലപ്പോൾ 10 മാർക്കിന് ചോദിക്കാം കേട്ടോ. സോ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ഷോർട്ടായിട്ട് ഡിറൈവ് ചെയ്താൽ മതി, എളുപ്പത്തിൽ ഡിറൈവ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് തന്നെ ഒരു ബാർ കൺസിഡർ ചെയ്യാം. ഒരു സർക്കുലർ ബാറാണ്, സർക്കുലർ ബാർ. സോ അതിൻ്റെ ക്രോസ് സെക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്, അതിൻ്റെ ഈ എലവേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഈ ബാറിന് എന്ത് ചെയ്യണം? നമ്മൾ ട്വിസ്റ്റ് ചെയ്യണം, ഒരു ടോർക്ക് അപ്ലൈ ചെയ്യുന്നു. ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഉണ്ടായിരുന്ന എലമെന്റ് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് ട്വിസ്റ്റ് ആവുന്നു. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റയാണ്. ഓക്കെ, ഇത് ക്രോസ് സെക്ഷനാണ്. സോ തീറ്റ ആംഗിളിൽ ട്വിസ്റ്റ് ആവാമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ എലവേഷൻ നോക്കി കഴിഞ്ഞാൽ ഇത്രയും ആംഗിൾ ട്വിസ്റ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഫൈബർ, ഈ ന്യൂട്രൽ ആക്സിസ് കൂടെ പോയിക്കൊണ്ടിരുന്ന ഫൈബർ ഈ രീതിയിലേക്ക് ട്വിസ്റ്റ് ആയെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ടോർക്ക് അപ്ലൈ ചെയ്തപ്പോൾ. സോ ഈ ആംഗിൾ ഫൈ ആണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ ഷിയർ സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ഏതാണ്? ഡി ഡാഷ് ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ്. നമുക്ക് ഇവിടെ സി എന്ന് കൊടുക്കാം അല്ലേ? ഇവിടെ സി എന്ന് കൊടുക്കുവാണ്. സോ ഡി ഡാഷ് ബൈ CD, ഇതിനാണല്ലോ എന്ത് പറയുന്നത്? ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഡി ഡാഷിന് നമ്മൾ വേറെ എക്സ്പ്രഷൻ കൊടുക്കാൻ പോവാണ്. അതിന് മുമ്പ് ഡി ഡാഷ് ബൈ CD എന്നൊന്നല്ല. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ആംഗിൾ ഫൈ ആണെന്ന് എടുത്തേക്കുക. ഈ ആംഗിൾ ഫൈ ആണ്. സോ ഇതെന്താണ്? ടാൻ ഫൈ ആണ്. ടാൻ ഫൈ. ഓക്കെ, ഇനി ഈ ഫൈയുടെ വാല്യൂ വളരെ സ്മോൾ ആണെങ്കിൽ നമുക്ക് ടാൻ ഫൈന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 5 എടുക്കാൻ പറ്റും. ടാൻ ഫൈന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 5 എടുക്കാൻ പറ്റും. കുഴപ്പമില്ലല്ലോ? ഓക്കെ ആണല്ലോ? സോ നമുക്ക് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ CD = 5 എന്ന് എഴുതാം. ഓക്കെ, സപ്പോസ് ഈ ഷാഫ്റ്റിൻ്റെ ലെങ്ത് എല്ലാം എന്ന് വിചാരിക്കാം. ഓക്കെ, അതിൻ്റെ ലെങ്ത് എല്ലാം എന്ന് വിചാരിക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡി ഡാഷ് ഡിവൈഡഡ് ബൈ ലെങ്ത് = 5 എന്ന് കിട്ടും. ഓക്കെ, ഡി ഡാഷ് ബൈ ലെങ്ത് = 5. കുഴപ്പമില്ലല്ലോ? ഇനി നമ്മൾ ഡി ഡാഷിന് ഒരു എക്സ്പ്രഷൻ എഴുതാൻ പോകട്ടോ. ഡി ഡാഷിന് ഒരു എക്സ്പ്രഷൻ എഴുതാൻ പോവാം. അതിനുവേണ്ടി നമ്മൾ ഈ ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യാം. ക്രോസ് സെക്ഷൻ. സോ ഡി ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഈ തീറ്റ ആംഗിളിൻ്റെ ആർക്ക് ലെങ്ത് അല്ലേ? ഈ തീറ്റ ആംഗിളിൻ്റെ ആർക്ക് ലെങ്ത് ആണ്. സോ നമുക്കറിയാം ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആർക്ക് ലെങ്ത് ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ഡാഷ് = നമുക്ക് എന്നെ എഴുതാൻ പറ്റും? ആർക്ക് ലെങ്ത് = ആർ തീറ്റ എന്ന് എഴുതാൻ പാടില്ലേ? അതായത് ഈ റേഡിയസ് ഇൻറ്റു ഈ ആംഗിൾ. ആർക്ക് ലെങ്ത് = ആർ തീറ്റ അല്ലേ? സോ ആർക്ക് ലെങ്ത് ഡി ഡാഷ് = ആർ തീറ്റ എന്ന് എഴുതാൻ പറ്റും. സോ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതെന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഡി ഡാഷിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർ തീറ്റ എന്ന് എഴുതാൻ പറ്റും അല്ലേ? ആർ തീറ്റ ബൈ L = 5 എന്ന് വന്നു. ശരിയല്ലേ? ആർ തീറ്റ ബൈ L = 5 എന്ന് വന്നു. സോ നമ്മൾ ഷിയർ സ്ട്രെയിൻ കണ്ടുപിടിച്ചു അല്ലേ? ഷിയർ സ്ട്രെയിൻ ആർ തീറ്റ ബൈ L എന്ന് കണ്ടുപിടിച്ചു. ഇനി സോ നമ്മൾ കണ്ടുപിടിച്ചു എന്താണ്? തീറ്റ ദി ഷിയർ സ്ട്രെയിൻ ഫൈ = എന്താണ്? ആർ തീറ്റ ബൈ L ആണ്. ഷിയർ സ്ട്രെയിനിൻ്റെ എക്സ്പ്രഷൻ എഴുതി ആർ തീറ്റ ബൈ L. ഓക്കെ, ഇനി മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിനാണ്. ഓക്കെ, ഷിയർ സ്ട്രെയിൻ അതിനാണ് നമ്മൾ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഷിയർ സ്ട്രെസ്സിന് നമ്മൾ സാധാരണ ടോ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ? ടോ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഷിയർ സ്ട്രെയിന് നമ്മൾ തൊട്ടുമുമ്പ് എക്സ്പ്രഷൻ എഴുതി എന്താണ്? ആർ തീറ്റ ബൈ L ആണ് അല്ലേ? സോ മോഡുലസ് ഓഫ് റിജിഡിറ്റി C = എന്ത് തോന്നുന്നു? ടോ ഇൻറ്റു L ഡിവൈഡഡ് ബൈ ആർ തീറ്റ എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് ആ ടോ ബൈ ആറിൻ്റെ എക്സ്പ്രഷൻ ചെയ്താൽ ടോ ബൈ ആർ = എന്ത് തോന്നുന്നു? ടോ ബൈ ആർ = C തീറ്റ ഡിവൈഡഡ് ബൈ L എന്ന് തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ലല്ലോ? സോ ഇനി ക്വസ്റ്റ്യൻ നമ്പർ 1 നിർത്തും. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇനി നമുക്കറിയാം ടോർക്ക്
ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോ ബൈ ആർ പോളാർ മോഡുലസ് ആണ്. കാണിക്കുക. ആക്ച്വലി ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാം, പക്ഷേ അത് അല്പം ലെങ്തി ആണ്. നമുക്ക് 4 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ഡെറിവേഷൻ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിലേക്ക് വരാം. ടോർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? ടോ ബൈ ആർ ഇൻറ്റു ജെ ആണ്. അല്ലെങ്കിൽ ടി ഈസ് ഈക്വൽ ടു എന്താണ്? ടോ ബൈ ആർ ഇൻറ്റു പോളാർ മോഡുലസ്. ഓക്കെ, പോളാർ മോഡുലസ്. സോ ഈ ജെനെ ഇപ്പുറ സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പുറ സൈഡിലേക്ക് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ കേട്ടോ, പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. സോ ഈ ജെനെ ഇപ്പുറ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ടി ബൈ ജെ ഈസ് ഈക്വൽ ടു എന്താണ്? ടോ ബൈ ആർ എന്ന് വന്നു. അല്ലെങ്കിൽ ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു എന്താണ്? ടി ബൈ ജെ എന്ന് വന്നു. ഓക്കെ, സോ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1 നമ്മൾ എഴുതി ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു സി തീറ്റ ബൈ എൽ. ഇക്വേഷൻ നമ്പർ 2 നമ്മൾ എഴുതി ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു ടി ബൈ ജെ. സോ 1, 2 നമുക്ക് ഇക്വേറ്റ് ചെയ്യാലോ. 1, 2 ഇക്വേറ്റ് ചെയ്യാണ്. ഇക്വേറ്റിംഗ് 1 and 2. ഇക്വേറ്റിംഗ് 1 and 2. 2 ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്യണം. അതിനാ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക, റൈറ്റ് സൈഡ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. നോക്കിയേ, അപ്പോൾ നോക്കിയേ നമുക്ക് എന്ത് വരും? ടി ബൈ ജെ ഈസ് ഈക്വൽ ടു ടി ബൈ ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോ ബൈ ആർ ആണ് അല്ലേ? ടോ ബൈ ആർ ആണ്. ഈക്വൽ ടു എന്താണ്? ടോ ബൈ ആർ എന്തിനു ഈക്വലാണ്? സി തീറ്റ ബൈ എൽ ആണ്. സി തീറ്റ ബൈ എൽ ആണ്. സോ ഇതാണ് എന്ത്? നമ്മുടെ ടോർഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ബൈ ജെ ഈസ് ഈക്വൽ ടു ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു സി തീറ്റ ബൈ എൽ. സോ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞത് നമ്മുടെ ക്വസ്റ്റ്യനിലെ നൊട്ടേഷൻസിന് നമ്മൾ അല്പം വേറെ നൊട്ടേഷൻസ് കൊടുത്തിരിക്കുന്നത്. ടി ബൈ ജി അങ്ങനെ തന്നെയാണ്. ഇവിടെ നമ്മൾ സി ആണ് നമ്മൾ ഉപയോഗിച്ചത്. സി ഓർ ജി രണ്ടും സെയിം ആണ്. ഓക്കെ, ദെൻ ഇ ബൈ ആർ ടോ ബൈ ആർ ഷിയർ സ്ട്രെസ്സിനോട് എഫ് എസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു, ഞാൻ ടോ എന്ന് ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. സോ ഇതാണ് എന്ത്? ടോർഷൻ ഇക്വേഷൻ. 4 മാർക്കിനാണ് ഈ ഡയറക്ഷൻ ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി, 4 മാർക്കും കിട്ടും. ഓക്കെ, ചില സമയത്ത് ഇത് 10 മാർക്കിന് ചോദിക്കും. 10 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ടോർക്കിൻ്റെ ഇക്വേഷൻ എങ്ങനെ വന്നതെന്നുള്ളത് കറക്റ്റായിട്ട് ഡിറൈവ് ചെയ്തെടുക്കണം. സോ ഇത്രയാണ് നമുക്ക് മൊഡ്യൂൾ 3 നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. മൊഡ്യൂൾ 4ൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.